ക്രിമിനലാന്നും പറഞ്ഞിട്ട് ഇത് ദോഷം ചെയ്യും. ഏതവസരത്തിലാണ് ഒരു ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തുന്നത്, അതറിയാതെ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ അത് സങ്കീർണമാക്കി സമൂഹത്തെ മൊത്തം അപകീർത്തിപ്പെടുത്തുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഷെയ്ഖുന കാന്തപുര ഉസ്താദ്, അദ്ദേഹം ഒരു ദുആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരാള്, ഇദ്ദേഹം ഡെയിലി 2 പ്രാവശ്യം ഡയാലിസ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ ഉസ്താദ് പറയണ്ട, ഡയാലിസ് ഒന്നും വേണ്ട, ഡയാലിസ് ഒന്നും വേണ്ട. അപ്പൊ ഡയാലിസ് എന്ന് പറയുന്ന മെഡിക്കൽ സംവിധാനത്തെ എതിർത്തു, അത് പാടില്ലെന്ന് പറഞ്ഞു, പ്രാകൃത വിശ്വാസം വെച്ച് പുലർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ആഘോഷിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരാൾ എ പി ഉസ്താദിനെ പോലെ ലോക പരിചയമുള്ള ഒരാൾ ചിലപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ കാണൂല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാത്രം വലിയ ആശുപത്രി നടക്കുന്നുണ്ട് പൂനൂരിൽ. അദ്ദേഹം ഡയാലിസ് വേണ്ട എന്ന് പറയുന്നത് ആ പശ്ചാത്തലത്തിലുള്ളവർക്കൊക്കെ ബോധ്യമാണ്. ആ ഡയാലിസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, രോഗം ഇല്ലാതെ സമ്പൂർണമായി സുരക്ഷിതനായി ഈ രോഗിയുടെ കിഡ്നി ശരിക്കും പ്രവർത്തനക്ഷമമാവട്ടെ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്, ഉസ്താദ് നടത്തിയത്. അതുകൊണ്ടാണ് ഇത് കേട്ടവരൊക്കെ വേദിയിൽ വെച്ച് തന്നെ ആമീൻ എന്ന് പറയുന്നത്. ഉസ്താദ് ഡയാലിസ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഈ രോഗിയുടെ ബന്ധു അല്ലെങ്കിൽ മോൻ വേഗം ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ടേ, പിന്നെ നാളെ മുതൽ ഡയാലിസിന് വരണ്ടാട്ടാ, കാരണം ഉസ്താദ് വേണ്ടാന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞോ? ഇല്ല, അദ്ദേഹം ആമീ എന്ന് പറയാണ്, ഡയാലിസ് വേണ്ട എന്ന് പറയണത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ രോഗി മാറിയിട്ട് എല്ലാം സുഖപ്പെട്ട് ഡയാലിസ് ഇല്ലാതെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവസരവും തൗഫീക്കും കിട്ടട്ടെ. ഡയാലിസ് ഒന്നും വേണ്ട എന്ന് പറയുന്നത് അതിനാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അതേ ആർക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വേദിയിലുള്ളവരും സാഹസിലുള്ളവരും ഒന്നിച്ചാമീൻ എന്ന് പറയുന്നത്. ഇത് ഡയാലിസ് ചെയ്യുന്ന രോഗിയാന്ന് പറയുമ്പോൾ ഉസ്താദ് ഡയാലിസ് വേണ്ട പറഞ്ഞപ്പോൾ ഇനി മുതൽ ഡയാലിസിന്റെ പൈസ ലാഭം കിട്ടിയിടാന്ന് എല്ലാവരും പറയണത്. പിന്നെ എല്ലാവരും പറഞ്ഞത് ആമീൻ എന്നാണ്. എന്ന് വെച്ചാൽ അതൊരു പ്രാർത്ഥനയാണ്. ഡയാലിസ് ഒന്നും വേണ്ട. കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് കാലുവേദനയാണ്, കാലുവേദന വേണ്ട അറിയും. വടൂർ ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന പ്രശ്നമാണ്, അതൊന്നും വേണ്ട എന്ന് പറയും. അപ്പൊ ഡയാലിസ് വേണ്ട പറഞ്ഞ ആശുപത്രി പോണ്ടെന്നാണോ? നമ്മൾ ആലോചിച്ചു നോക്കുങ്ങള്, ഇതാരാ പറയണെന്നുള്ളൊരു ബോധം വേണ്ടേ? ഏതെങ്കിലും ഒരു നാട്ടിൽ മുഅദ്ദിൻ പണി എടുത്തുകൊണ്ട് അതിന്റെ അപ്പുറത്തെ നാട് അറിയാത്ത ഒരാളാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ മാത്രം എന്തോ ഒരു ചെറിയ സേവനം ചെയ്യുന്ന ആളാണോ? ലോകം മൊത്തം സഞ്ചരിച്ച്, അമേരിക്കയും യൂറോപ്പും മൊത്തം സഞ്ചരിച്ച് ദീനീ ദഅവത്തിന് നേതൃത്വം വഹിക്കുന്ന ഒരു മഹാപണ്ഡിതൻ. ഈ ചികിത്സാനുഭവങ്ങളൊക്കെ ഉള്ളയാൾ, വ്യക്തിപരമായും അല്ലാതെയും. സ്വന്തമായ ആശുപത്രിയും ആ ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ നടത്തുന്ന സംഘടനയുടെ ഏറ്റവും ടോപ്പ് ലീഡർ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ജീവിച്ചിരിപ്പുണ്ട്, അവരൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് എന്താപ്പത് പറഞ്ഞത് എന്ന് അന്വേഷിക്കണ്ടേ? വേണ്ട, കാള പ്രസവിച്ചു എന്ന് കേട്ടാൽ മതി. കുഞ്ഞിനെ കെട്ടാൻ കയറെടുക്കുക മാത്രമല്ല, തൊഴുത്ത് നിർമ്മിക്കുകയാണ് പലരും. കാളക്കുഞ്ഞിനെ പ്രസവിക്കാൻ, കാള പ്രസവിച്ച കുഞ്ഞിനെ കെട്ടാൻ തൊഴുത്ത് നിർമ്മിക്കുകയാണ്. അതിന് ഫുഡിന് ആളെ പറഞ്ഞേക്കുകയാണ്, ഇതേ നമ്മുടെ കാള വിറ്റിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇത് തികച്ചും അധർമ്മമാണ്. വീട്ടു പ്രസവിക്കുന്ന ആളോട് നീ ക്രിമിനലാണ് എന്ന് പറയുന്നത് മാത്രമാണോ? ഇതും ക്രിമിനലിസം അല്ലേ? ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ചില പ്രത്യേക കോൺസെപ്റ്റിൽ ചില കോണ്ടസ്റ്റിൽ ചില ഉസ്താദുമാര് പറഞ്ഞ ചില പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് ഇവരൊക്കെ പ്രാകൃതത്വം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയല.